പെരുന്നാളിന്റെ ഒരു ഈദില് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൂസി സ്റ്റോറീസ് ഓർ മൂസീസ് എന്ന. ഇപ്പൊ ഉണ്ടല്ലോ പെരുന്നാൾ രാവിലെ നമ്മള് കുറച്ച് മൂളിപ്പുത്തിരി കമ്പിപ്പുത്തിരി ഒക്കെ ഒന്ന് കത്തിച്ച് ഒരു കുഞ്ഞു സെലിബ്രേഷൻ ചെയ്യാണ്. പിന്നെ ഫെല്ലപ്പെണ്ണിനാണേലും ഒരു പേടിയില്ല ഗൈസ്, ഓളാണ് എല്ലാത്തിനും മുമ്പിൽ ഇങ്ങനെ നിന്നിരുന്നത്. പെണ്ണ് എന്നിട്ട് ഇന്റെ മേൽക്കൊക്കെ കൊടുന്നു തുടങ്ങിയേ. എന്നിട്ട് പിന്നെ എന്താ ഫീലുവിന് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോ നമ്മളെന്നാ സ്റ്റോപ്പ് ചെയ്തു. നല്ലൊരു രസമാണ് പെരുന്നാൾ രാവിനൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ നടത്തുന്നത് നല്ല രസമാണ്. പിന്നെ മൈലാഞ്ചി ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു ഇപ്രാവശ്യം, പക്ഷെ ഒരു മൂഡ് ഉണ്ടായില്ല. പിന്നെ മൈലാഞ്ചി ഇടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കിടന്നത്. ഇവർ ഉറങ്ങിയിട്ട് ഇടാന്നുള്ളതിലാണ് കിടന്നത്, പക്ഷെ ഒരു മൂഡ് ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഇടാനും നിന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് ഇടാം എന്നൊക്കെ. അങ്ങനെ പെരുന്നാൾ ദിവസം മോർണിംഗ് നമ്മൾ പത്തിരി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നോർമലി നമ്മൾ പെരുന്നാളിന് രാവിലെ പത്തിരി അല്ലെങ്കിൽ പുട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. അത് എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെ കേട്ടോ. രാവിലെ പത്തിരിക്കൊക്കെ വേഗം വാട്ടിച്ച് നമ്മൾ കറിയൊക്കെ ഓൾറെഡി തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുക ചെയ്യാറ്. അതായത് രാവിലേക്കുള്ള ബീഫ് കറിയും പിന്നെ മോര് കറി, ഇഞ്ചുമുള അതൊക്കെ നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുക ചെയ്യുക. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലും രാവിലത്തെ ഈ കടി ഉണ്ടാക്കലും മാത്രമേ പണി ഉണ്ടാവുള്ളൂ. പത്തിരിയൊക്കെ ആയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന് രാവിലത്തെ നല്ല പത്തിരിയും തേങ്ങാപ്പാലും ബീഫ് കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് ഈ ഒരു കോമ്പിനേഷൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കോമ്പിനേഷൻ, പത്തിരി തേങ്ങാപ്പാല് ബീഫ്. ഇതിനായിട്ട് ഈ നൈസ് പത്തിരിനായിട്ട് ഏതാ രസം എന്നറിയോ നിങ്ങൾക്ക്? നല്ല കൈപ്പത്തിരിയില്ലേ, തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള പത്തിരി, അതും തേങ്ങാപ്പാലും ബീഫും അടിപൊളിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ തന്നെ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. പെരുന്നാളിന് അങ്ങനെയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ സ്പെഷ്യല് മന്തിയാണ്. മന്തി ഞാനാണ് ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യം നമ്മൾ ബിരിയാണി ഉണ്ടാക്കല്ലേ, എന്നും ചിക്കൻ ബിരിയാണി. നമ്മൾ ബിരിയാണി ആണെങ്കിൽ ഇടക്കിടക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് പെരുന്നാളിന് മന്തിയാക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ എല്ലാ മസാല ഒക്കെ പരത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നുകൂടി ചിക്കൻ സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ ഒന്നുകൂടി മസാല ഒക്കെ പിടിച്ച ടേസ്റ്റ് കൂടാനും അതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ തലേദിവസം തന്നെ മസാല പരത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ മറ്റേ പത്രത്തിലായിരുന്നു മസാല പരത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടുപ്പത്ത് വെക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഈ പത്രത്തേക്ക് മാറ്റിയതാണ്. പിന്നെ മസാല ഒക്കെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പിൻ്റെയും മാഗി ക്യൂബിൻ്റെ ഒക്കെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ അതും കൂടി കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് വേഗം അടുപ്പത്ത് ഇട്ടിട്ടോ. ഈ ചിക്കൻ പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞ ഉടനെ ഉടയുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് ചിക്കൻ മാറ്റി വെക്കണം. അതൊക്കെ അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ആ അടുപ്പത്തേക്ക് തന്നെ ഞാൻ ചോറിന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇതും മന്തി ചിലപ്പോൾ നമുക്ക് വറ്റിക്കും ചെയ്യാം, തിളപ്പിക്കുകയും ചെയ്യാം. ഈ മന്തിയുടെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഞാനതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അതൊന്ന് മസാല പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്നും ഇല്ലാണ്ട് ചുട്ടെടുത്തത്. അപ്പോൾ പിന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു, മന്തി ഉണ്ടാക്കൽ കഴിഞ്ഞോട് കൂടിയിട്ട് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് എൻ്റെ കംഫേർട്ട് ഡ്രസ്സ് വീട്ടിൽ നിൽക്കുമ്പോൾ, മാക്സി. അത് പിന്നെ ഒട്ടുമിക്ക പേർക്കും അങ്ങനെ തന്നെ ആവും, പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ ആണെങ്കിൽ തന്നെ. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ആണ് കാണിച്ചത് കേട്ടോ, പുതിയ ഡ്രസ്സ്. അതൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോവുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പരിപാടി ഫോട്ടോ എടുക്കലാണ്. പെരുന്നാളിന് കുളി കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ആ ചെയ്ത മേക്കപ്പൊക്കെ പോവുകയും ചെയ്യും. മെയിനായിട്ട് നമ്മൾ ഈ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കാനാണ് കൂടുതലൊക്കെ, പക്ഷെ അവരാണെങ്കിൽ ഒരു തരി നേരം ആ ടൈമിൽ നിൽക്കൂല. ഈ പെണ്ണാണെങ്കിൽ ആകെ ഓടലും. പിന്നെ ഫീലൂനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ട് അവൾ ആ പോസിൽ ഇങ്ങനെ നടന്നിക്കുകയാണ് കേട്ടോ. പക്ഷെ അവളൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഫെല്ലും സമ്മതിച്ചില്ല, ഫീലും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ കുറേ സെൽഫി ഒക്കെ എടുത്തു നോക്കി, പക്ഷെ ഒന്നും ഒരു സുഖമായില്ല. ഒരു നല്ലൊരു ഫോട്ടോ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഈ പെരുന്നാളിനെ. പിന്നെ നമ്മൾ മതിയായപ്പോൾ പിന്നെ നേരെ ഇവർക്കൊക്കെ വിശന്നു തുടങ്ങി, കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം മയോണീസും ചട്നിയൊക്കെ അടിച്ചിട്ട് നമ്മൾ മന്തി വിളമ്പാന്ന്. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് കഴിക്കാന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ മാറ്റി ഞാൻ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം മാറ്റി, എന്നിട്ട് റൈസൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോറ് വിളമ്പാണ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ മന്തി, മയോണൈസ്, പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാർ വേണ്ടവർക്ക് അച്ചാർ, ചട്നി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഫുള്ള് ടേബിളിൽ വെച്ചിട്ട് ഫോട്ടോയും വീഡിയോയും അങ്ങനെയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. അത് എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ നമ്മളെ പരിപാടി വീട്ടിലേക്ക് പോവുക. വൈകിട്ടായി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോവും, അവളെ വീട്ടിലേക്ക് പോവും. പിന്നെ എൻ്റെ ഉപ്പ വിളിക്കാൻ വരികയാണ് ചെയ്തത്. പിന്നെ ഇക്കാക്ക് ഒഴിവുണ്ടാവില്ല പെരുന്നാളിന്, അതുകൊണ്ട് ഉപ്പ വിളിക്കാൻ വന്ന് ഞങ്ങൾ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് പോയിട്ടോ. അവൾക്ക് ആകെ അക്കിക്കാവ് എന്ന് പറയാൻ അറിയുള്ളൂ, ചെറുനല്ലൂർ എന്ന് പറയാൻ കുട്ടിക്ക് അങ്ങോട്ട് കിട്ടണില്ല. പിന്നെ നമ്മുടെ പെരുന്നാൾ എന്ന് വെച്ചാൽ ഇതാണ് പെരുന്നാൾ. പണ്ടത്തെ പെരുന്നാളൊക്കെ ആയിരുന്നു രസം. എപ്പോഴും തോന്നും പണ്ടത്തെ പെരുന്നാളൊക്കെയാണ് പെരുന്നാൾ എന്ന്. ഇപ്പൊ ഇതന്നെ ഉച്ചവരെ
അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കിടക്കും, വീട്ടിൽ പോവും. അത് തന്നെ നമ്മളൊരു വൈബ്. പിന്നെ പോണ വഴിക്ക് ഇവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വഴിയിൽ. പാവങ്ങൾ ബസ്സും കാത്ത് നിൽക്കായിരുന്നു. പെരുന്നാളിനാണെങ്കിൽ ബസ്സും ഉണ്ടായിരുന്നില്ല. എന്തായാലും വേണ്ടില്ല, നമ്മൾ ഒരുമിച്ച് കണ്ട സ്ഥിതിക്ക് നമ്മൾ ഒരുമിച്ച് തന്നെ കയറി. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചിറയ്ക്ക് പോയി. എല്ലാവരും ഒരുമിച്ച് ഉണ്ടായത് നമ്മളെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിലുള്ള ചിറയ്ക്ക് പോയി. ചിറയ്ക്ക് പോണ വഴിക്ക് ഒരു റീലും ഒക്കെ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ പോകുമ്പോൾ തന്നെ 6 മണി 6:30 ഒക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നൈറ്റ് ആയാലും ഇപ്പം മുമ്പത്തെ പോലെ നല്ല നല്ല വൈബ് തന്നെയാണ്. പിന്നെ നമ്മളെ മെയിൻ സ്പോട്ട് ഉണ്ട് ചെറുടെ ഉള്ളിൽ ഒരു ഊഞ്ഞാല്, അവിടെ കയറി കുറച്ച് നേരമൊക്കെ ആടി. പിന്നെ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ചു പോയി. അത്രയുള്ള നമ്മളെ പെരുന്നാൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് വേറെ ഒന്നുമില്ല. ബൈ.